വീട്ടിൽ തയ്യാറാക്കുന്ന പൈനാപ്പിൾ ജാം ഉപയോഗിച്ചിട്ടാണ് ജാം റോൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുത്ത് നല്ല പഴുത്തതായിരിക്കണം. ഇത് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് നല്ലതുപോലെ ഉടച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഏകദേശം 2.5 കപ്പ് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി 1 കപ്പ് പഞ്ചസാരയും 1 നുള്ള് ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. 1 നുള്ള് സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ വറ്റിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് സ്പൂണിൽ നിന്നും വിട്ട് വരുന്ന പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇത് ഒരു ബോട്ടിലിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം. നമുക്ക് ഇതിന് വേണ്ടിയുള്ള സ്പഞ്ച് കേക്ക് തയ്യാറാക്കുന്നതിന് 5 സ്പൂൺ മൈദയും 5 സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 5 മുട്ടയുമാണ് വേണ്ടത്. 5 മുട്ട സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ വെള്ളം ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിഫായിട്ട് വരുമ്പോൾ അതിലേക്ക് മഞ്ഞയും കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മൈദയും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിനെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് ഒരു വയർ റാക്കിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ പേപ്പർ ഇളക്കിയെടുത്ത് ആ പാർച്ച്മെൻറ്റ് പേപ്പർ ഇളക്കിയെടുത്ത് ആ സെയിം പേപ്പറിൽ തന്നെ വെച്ചുകൊണ്ട് ഈ സ്പഞ്ചിലേക്ക് നമുക്ക് ജാം നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം കേട്ടോ. റോൾ ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ജാം റോളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ നന്നായി മനസ്സിലാവും കേട്ടോ.